ബഹിരാകാശ രംഗത്തെ സ്വകാര്യ പങ്കാളിത്തത്തിന് പുതുചലനം സൃഷ്ടിച്ച് ദൃഷ്ടി ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം ഒരു പുതു മുന്നേറ്റത്തിന് വിജയകരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. IIT മദ്രാസിൽ നിന്നുള്ള 5 മലയാളി എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള സംഘം രൂപീകരിച്ച ഗാലക്സി ഐ എന്ന സ്റ്റാർട്ടപ്പിന്റെ നേതൃത്വത്തിൽ സാധ്യമാക്കിയ ദൃഷ്ടി എന്ന ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയിരിക്കുകയാണ്. ഈ സാങ്കേതിക നേട്ടം രാജ്യത്തിന് ഏറെ അഭിമാനകരമായി മാറുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിലെ വാണ്ടർബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലൂടെയാണ് ദൃഷ്ടി ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഭൂമിയുടെ നിരീക്ഷണ രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്ന സാങ്കേതിക വിദ്യയാണ് ദൃഷ്ടി ഉപഗ്രഹത്തിന്റെ പ്രത്യേകത. ഒപ്റ്റിക്കൽ സെൻസറുകളും സിന്തറ്റിക് അപ്പർച്ചർ റഡാറും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒപ്റ്റോസാർ സംവിധാനമുള്ള ലോകത്തിലെ ആദ്യ ഉപഗ്രഹമെന്ന പ്രത്യേകതയും ദൃഷ്ടിക്കുണ്ട്. കനത്ത മഞ്ഞ്, മഴ, മേഘാവൃതമായ അന്തരീക്ഷം, രാത്രി സമയം എന്നിങ്ങനെ ഏത് പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന ശേഷിയാണ് ദൃഷ്ടിയുടെ പ്രധാന കരുത്ത്. അതിൽ നിന്ന് തന്നെ ഈ ഉപഗ്രഹത്തിന്റെ പേര് അന്വർത്ഥമാകുന്നു. ഏകദേശം 190 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമെന്ന റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ്. ദൃഷ്ടിയുടെ മറ്റൊരു ശ്രദ്ധേയ സവിശേഷത ബഹിരാകാശത്ത് വെച്ച് തന്നെ വിവരങ്ങൾ വിശകലനം ചെയ്യാനുള്ള ഇൻ ഓർബിറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയാണ്. ഭൂമിയിലെ സ്റ്റേഷനുകളിലേക്ക് ഡാറ്റ അയക്കുന്നതിനു മുൻപേ തന്നെ പ്രാഥമിക വിശകലനം നടത്താൻ കഴിയുന്നതിനാൽ അതിവേഗ പ്രതികരണം സാധ്യമാകും. അതിലൂടെ അതിർത്തി സുരക്ഷാ നിരീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ അതിർത്തികളിലെ സൈനിക നീക്കങ്ങൾ, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തുടങ്ങിയവ ഏത് കാലാവസ്ഥയിലും തത്സമയം നിരീക്ഷിക്കാൻ ഈ ഉപഗ്രഹം ഇന്ത്യൻ സൈന്യത്തിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ മേഖലയ്ക്ക് പുറമെ കാർഷിക രംഗം, പരിസ്ഥിതി നിരീക്ഷണം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലും ദൃഷ്ടി നിർണായക പങ്കുവഹിക്കും. വിളകളുടെ വളർച്ചാവസ്ഥ വിലയിരുത്തൽ, വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളുടെ വ്യാപ്തി കണക്കാക്കൽ, വനനശീകരണം നിരീക്ഷിക്കൽ എന്നിവയിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഈ ഉപഗ്രഹ സംവിധാനത്തിനാകും. ഇതിലൂടെ സർക്കാരിനും രക്ഷാപ്രവർത്തന ഏജൻസികൾക്കും സമയബന്ധിതമായ തീരുമാനം എടുക്കാനാകും. രാജ്യത്തെ സ്വകാര്യ മേഖലയുടെ ഈ നേട്ടത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലാണ് ഈ വിക്ഷേപണമെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. സ്റ്റാർട്ടപ്പുകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതോടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സുയാഷ് സിംഗ്, ഡെനിൽ ചൌഡ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 100ഓളം വിദഗ്ധരുടെ കൂട്ടായ പരിശ്രമമാണ് ദൃഷ്ടിയുടെ വിജയത്തിന് നിദാനമായത്. IIT മദ്രാസിലെ മുൻ വിദ്യാർത്ഥികൾ ആരംഭിച്ച ഈ സംരംഭം ഇപ്പോൾ ആഗോള ബഹിരാകാശ വിപണിയിൽ ഇന്ത്യയുടെ സാധ്യതകൾ ഉയർത്തിക്കാട്ടുന്ന പ്രധാന ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വിപുലമായ ശൃംഖല സൃഷ്ടിക്കാനാണ് ഗാലക്സി ഐ എന്ന സംരംഭം പദ്ധതിയിട്ടിരിക്കുന്നത്. തുടർച്ചയായ ഈ ശ്രമങ്ങൾ ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ ശക്തി ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കുമെന്നതിൽ സംശയമില്ല. സ്വകാര്യ മേഖലയുടെയും യുവ എഞ്ചിനീയർമാരുടെയും സജീവ പങ്കാളിത്തം ഇന്ത്യയുടെ ബഹിരാകാശ ഭാവി കൂടുതൽ ദൃഢമാക്കുമെന്നതിന്റെ തെളിവായി ദൃഷ്ടി മാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.